ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ളോഗർ. എൻ്റെ പേര് സ്റ്റെഫി. നമ്മൾ എക്സസൈസ് 7.2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 16 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. നമുക്കിനി 17th ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ബൈ ഇ റേസ് ടു എക്സ് സ്ക്വയർ. ഇ റേസ് ടു എക്സ് സ്ക്വയർ. നമ്മളപ്പോൾ ഇവിടെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? നോക്കിക്കേ, ഈ എക്സ് സ്ക്വയറിന് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു നോക്കാം അല്ലേ. അപ്പോൾ പുട്ട് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി. ഓക്കെ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x dx ഇസ് ഈക്വൽ ടു ടിയുടെ ഡെറിവേറ്റീവ് ഡി ടി എന്ന് വരും. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് ഡി എക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. പക്ഷേ ഇവിടെ എന്താ കിടക്കുന്നത്? 2x dx എന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ 2-നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി എന്ത് വരും? എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ബൈ 2 എന്ന് വരും അല്ലേ. അപ്പം നമുക്കെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സിന് പകരം എന്ത് വരും? ഡി ടി ബൈ 2 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് സ്ക്വയറിന് പകരം നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? ടി എന്നായിരുന്നു അല്ലേ. അപ്പം ഇ റേസ് ടു ടി എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് 1/2 കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ അതുകൊണ്ട് 1/2-നെ പുറത്തെടുക്കുന്നു. ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ ഇ റേസ് ടു ടി ഡി ടി എന്ന് വരും. നമുക്ക് ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇ റേസ് ടു ടി എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. നമുക്കിതിനെ മുകളിൽ കൊണ്ടുവരാം. എന്ത് വരും? 1/2 ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു ടി എന്ന് പറയുന്നത് മുകളിൽ വരുമ്പോൾ എന്ത് വരും? പവർ നെഗറ്റീവ് ആവും അല്ലേ. അതായത് ഇ റേസ് ടു മൈനസ് ടി ഡി ടി. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ എന്ത് വരും? 1/2 ഇ റേസ് ടു എക്സ്. ഇൻ്റഗ്രൽ എന്താ? ഇ റേസ് ടു എക്സ് തന്നെ. ഇ റേസ് ടു എ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എയെ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ ഇവിടെ ടി ആണ്, വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ടിയുടെ കോഎഫിഷ്യൻ്റ് എന്താ? -1 അല്ലേ. അപ്പം -1-നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതായത് ഇ റേസ് ടു മൈനസ് ടി ഡിവൈഡഡ് ബൈ -1. സോറി, ഇവിടെ ഇൻ്റഗ്രൽ ഇടത്തില്ല. അപ്പം പ്ലസ് സി എന്ന് വരും അല്ലേ. അപ്പം ഈ മൈനസിനെ നമുക്കിവിടെ കൊണ്ടുവരാം. അതായത് -1/2 ഇ റേസ് ടു മൈനസ് ടി പ്ലസ് സി ഇങ്ങനെ വരും. ടിക്ക് നമ്മൾ എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? എക്സ് സ്ക്വയർ എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് -1/2 ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് വരും. അതായത് മൈനസ് ഇ റേസ് ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഇവിടെ കിടപ്പുണ്ട് കണ്ടോ അല്ലേ. ഇപ്പോൾ നമുക്ക് ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ഈ ടാൻ ഇൻവേഴ്സിന് നമുക്ക് എന്ത് കൊടുക്കാം? ടാൻ ഇൻവേഴ്സ് എക്സിന് നമുക്ക് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ നോക്ക്, അതായത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇപ്പം ഡി ടി എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ ടി എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഇ റേസ് ടു ടി ഇൻറ്റു ഡി ടി അല്ലേ. അതായത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് ഡി ടി എന്ന് പറയുന്നത്. അതിന് മൊത്തത്തിൽ നമ്മൾ ഡി ടി എന്ന് കൊടുത്തു അല്ലേ. അതായത് എന്ത് വരും? ഇ റേസ് ടു ടിയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി തന്നെ പ്ലസ് സി. എന്ത് വരും? ഇ റേസ് ടു ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ടിക്ക് നമ്മൾ കൊടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.